നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു തിയോളജിക്കൽ ഐഡിയയെപ്പറ്റിയാണ്. അബ്രഹാമിക മതങ്ങളെയെല്ലാം ഒരൊറ്റ ചരടിൽ കോർക്കാൻ ശ്രമിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക വ്യാഖ്യാനം. ഇസ്ലാമിലെ ചില പാരമ്പര്യങ്ങളിൽ വേരുകളുള്ള ഈ കാഴ്ചപ്പാട് എല്ലാ പ്രവാചകന്മാർക്കിടയിലും മുറിഞ്ഞുപോകാത്ത ഒരു ദൈവിക തുടർച്ചയുണ്ടെന്നാണ് പറയുന്നത്. ശരി, നമുക്കിതിലേക്ക് ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. നമുക്ക് ഈ ഒരു വാചകത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ഈ തിയോളജി മുഴുവൻ നിലനിൽക്കുന്നതും ഈ ഒരു ആശയത്തിന് മുകളിലാണ്. അതായത് ജീവിച്ചിരിക്കുന്ന ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വഴികാട്ടിയില്ലെങ്കിൽ ഏതു മതവും വെറും ജീവനില്ലാത്ത ഒരു ശരീരം പോലെയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം മാർഗനിർദ്ദേശത്തിൻ്റെ ഒരു പ്രതിസന്ധി. ഒരു മതത്തിന് ശരിക്കും ജീവനുണ്ടാകണമെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ഒരു വഴികാട്ടി ഓരോ കാലത്തും വേണം എന്ന വാദമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഈ ഒരു കാഴ്ചപ്പാടനുസരിച്ച് നോക്കിയാൽ മതങ്ങളെ നമുക്ക് രണ്ടായിട്ട് കാണാൻ പറ്റും. ഒന്ന്, ദൈവത്തിൽ നിന്ന് നേരിട്ട് ഗൈഡൻസ് കിട്ടുന്ന ഒരു ദൂതനുള്ള മതം. അത് നല്ല പച്ചപ്പുള്ള ജീവനുള്ള ഒരു മരം പോലെയാണ്. സ്രഷ്ടാവുമായിട്ട് എപ്പോഴും ഒരു കണക്ഷനുണ്ട്. മറ്റേതോ അങ്ങനൊരു വഴികാട്ടി ഇല്ലാത്ത മതം. അത് വെറും പഴയ കഥകളും ഓർമ്മകളും മാത്രമായിട്ട് വേരറ്റ് ഉണങ്ങിപ്പോയൊരു മരം പോലെയാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവവുമുള്ള ആ ലൈവ് കണക്ഷൻ നിലനിർത്താൻ ഓരോ കാലഘട്ടത്തിലും ജീവനുള്ള ഒരു കണ്ണി വേണം. ശരി, ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇത് ക്രിസ്ത്യൻ തിയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനത്തിൻ്റെ പുതിയൊരു വായനയാണ്. യേശു തനിക്ക് ശേഷം വരുമെന്ന് വാഗ്ദാനം ചെയ്ത ആ മറ്റൊരാശ്വാസകൻ ആരായിരുന്നു അത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സുവിശേഷത്തിൽ പറയുന്ന ഈ പ്രവചനം യഥാർത്ഥത്തിൽ ആരെയാണ് ഉദ്ദേശിച്ചത്? അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഈ സ്രോതസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യേശു തന്നെ ചില ക്ലൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വരാനിരിക്കുന്ന ആളെ തിരിച്ചറിയാൻ. ഒന്ന്, അദ്ദേഹം യേശുവിനെപ്പോലെ ഒരു മനുഷ്യനായിരിക്കണം. രണ്ട്, യേശുവിൻ്റെ മിഷൻ സത്യമാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തണം. മൂന്നാമതായിട്ട്, അതുവരെ ആൾക്കും അറിയാത്ത പുതിയ സത്യങ്ങളിലേക്ക് ആളുകളെ നയിക്കണം. പിന്നെ ഏറ്റവും പ്രധാനം, അദ്ദേഹത്തിൻ്റെ ആ ഗൈഡൻസ് അത് എന്നേക്കുമായി ലോകാവസാനം വരെ നിലനിൽക്കണം. അപ്പോൾ ഇതാണ് ഇതിലെ ഏറ്റവും നിർണായകമായ പോയിന്റ്. ഈ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച ഒരേയൊരു വ്യക്തി ചരിത്രത്തിൽ പ്രവാചകൻ മുഹമ്മദാണെന്നാണ് ഈ സ്രോതസ്സു പറയുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇത് ക്രിസ്തുമതവും ഇസ്ലാം മതവും തമ്മിൽ പ്രവാചകന്മാരുടെ ഒരു തുടർച്ചയുണ്ടെന്ന ആശയത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ശരി, ഈ പറഞ്ഞ വാദങ്ങൾക്കെല്ലാം ബേസായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് എന്നതിനെക്കുറിച്ചുള്ളൊരു കോൺസെപ്റ്റ്. നമുക്കതിലേക്ക് കടക്കാം. സാധാരണ നമ്മൾ പരിശുദ്ധാത്മാവ് എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കുന്നതെന്താ? എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവിക ശക്തി, അല്ലേ? പക്ഷേ ഈ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അങ്ങനെയല്ല. ഇത് പറയുന്നത്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സിംഗിൾ ഡിവൈൻ ലൈറ്റ്, ഒരു ദിവ്യപ്രകാശമാണ്. അത് മനുഷ്യനുണ്ടായ കാലം മുതൽ ഭൂമിയിലുണ്ട്. ഓരോ പ്രവാചകന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് തലമുറകളായി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രകാശത്തിന്റെ യാത്ര എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തുടങ്ങുന്നത് ആദമിൽ നിന്നാണ്. പിന്നീട് നോഹ, ദാവീദ്, സോളമൻ, അങ്ങനെ ഓരോ പ്രവാചകനിലൂടെയും ഈ ലൈറ്റ് പാസ് ചെയ്തു വന്നു. അവസാനം അത് മുഹമ്മദ് നബിയുടെ മുത്തച്ഛനായ അബ്ദുൽ മുത്തലിബിലെത്തിയപ്പോൾ ഒരു വലിയ സംഭവം നടന്നു. ആ ഒരൊറ്റ പ്രകാശം രണ്ടായിട്ട് പിരിഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ രണ്ട് മക്കളിലേക്ക്, അതായത് പ്രവാചകൻ മുഹമ്മദിന്റെയും ഇമാം അലിയുടെയും പിതാക്കന്മാരിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെട്ടു. അതാണ് ഈ വ്യാഖ്യാനം പറയുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വാചകം നോക്കൂ. പ്രവാചകൻ പറഞ്ഞതായി പറയുന്ന ഈ ഉദ്ധരണി, അലി എല്ലാ ദൂതന്മാരോടും രഹസ്യമായി കൂടെയുണ്ടായിരുന്നു, എന്നാൽ എന്നോടൊപ്പം പരസ്യമായുണ്ട്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? ഈ ഒരു ഡിവൈൻ പ്രസൻസ് പണ്ടുമുതലേ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഹിഡനായിരുന്നു, രഹസ്യമായിരുന്നു. മുഹമ്മദിന്റെ കാലമായപ്പോഴേക്കും അത് ഓപ്പണായി, പരസ്യമായി വെളിപ്പെട്ടു. ഓക്കേ, അപ്പോ പ്രവാചകൻ മുഹമ്മദിന് ശേഷം എന്ത് സംഭവിച്ചു? ഈ ദിവ്യപ്രകാശം പിന്നെങ്ങനെയാണ് മുന്നോട്ടു പോയത്? യേശു പറഞ്ഞ ആ എന്നേക്കും വസിക്കും എന്ന വാഗ്ദാനം എങ്ങനെയാണ് പൂർത്തിയായത്? അതാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. മുറിയാത്ത ശൃംഖല. ഇതിനൊരു പ്രത്യേക ഫ്ലോ ഉണ്ട്. പ്രവാചകനു ശേഷം ആ ദിവ്യപ്രകാശം 6 വ്യക്തികളിലായിട്ട് ഒരുമിച്ചു വന്നു. അതിനുശേഷം അത് 12 ഇമാമുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. ആ ചെയിൻ അവിടെയും നിന്നില്ല, അത് അവരുടെ പിൻഗാമികളിലൂടെ ഇന്നും തുടരുന്നു എന്നാണ് ഈ വാദം. ഇതിന്റെ അർത്ഥമല്ല, ദൈവവുമായുള്ള ആ നേരിട്ടുള്ള ബന്ധം, ആ കണ്ണി ഒരിക്കലും മുറിഞ്ഞു പോയിട്ടില്ല, അതിപ്പോഴും ജീവനോടെയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു 6 വ്യക്തികളിൽ ആ പ്രകാശം ഒരുമിച്ച് കൂടിയെന്ന്. ആരായിരുന്നു ഈ 6 പേർ? ഈ സ്രോതസ്സനുസരിച്ച് ആ ഒരു നിർണായക നിമിഷത്തിൽ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഇവരായിരുന്നു: മുഹമ്മദ്, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ, പിന്നെ ശ്രദ്ധിക്കണം, യേശുവായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഗബ്രിയേൽ മാലക. ഇവരുടെ എല്ലാം പ്രകാശം ഒന്നായി ചേർന്ന ഒരവസ്ഥ. ശരി,
നമ്മളിപ്പോൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ തിയോളജിയുടെയെല്ലാം വലിയ ചിത്രം എന്താണ്? ഇതിന്റെയൊക്കെ ഇംപ്ലിക്കേഷൻസ് എന്താണ്? ഒരു ഏകീകൃത രഹസ്യമോ? അപ്പോ ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം അല്ലെങ്കിൽ പോയിന്റ് ഇതാണ്. ഈയൊരു വ്യാഖ്യാനം ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം ഇങ്ങനെ നമ്മൾ കാണുന്ന എല്ലാ ദൈവിക മതങ്ങളെയും കണക്ട് ചെയ്യുന്ന ഒരു തിയറിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതായത് ഇവയൊന്നും വെവ്വേറെ നിൽക്കുന്ന കാര്യങ്ങളല്ല, മറിച്ച് ഒരേ വേരിൽ നിന്ന് വന്ന ശാഖകളാണ് എന്ന് കാണിച്ചു തരാനാണ് ഈ ശ്രമം. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു ഉപമയുണ്ട്. നിങ്ങളുടെ ദൈവം എന്റെ ദൈവത്തിൽ നിന്ന് വേറിട്ടതല്ല, എല്ലാം ഒരേ സൂര്യനിൽ നിന്നുള്ള വ്യത്യസ്ത കിരണങ്ങൾ. എത്ര സിമ്പിളായിട്ടാണ് ഈ ആശയം പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ദൈവം എന്ന സൂര്യൻ ഒന്നു മാത്രം. മോശയും യേശുവും മുഹമ്മദും അടങ്ങുന്ന പ്രവാചകന്മാർ ആ സൂര്യനിൽ നിന്ന് വരുന്ന ഓരോ രശ്മികളാണ്. എല്ലാവരും കൊണ്ടുവരുന്നത് ഒരേ വെളിച്ചമാണ്, പക്ഷേ വരുന്നത് പല വഴികളിലൂടെയാണെന്ന് മാത്രം. അപ്പോൾ ഈയൊരു വിശദീകരണം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ വലിയൊരു ചോദ്യം വരുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും പിന്നിലും അവരിലൂടെയെല്ലാം സഞ്ചരിച്ചതും ഒരേ ഒരു ഡിവൈൻ ലൈറ്റ്, ഒരേ ദിവ്യപ്രകാശമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്ന് മതങ്ങളുടെ പേരിൽ ഇത്രയും വേർതിരിവുകളും മതിലുകളും? ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തുന്നു.